ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പഴയ മിക്സി, പറഞ്ഞ അഴുക്ക് പിടിച്ചിരിക്കുന്ന മിക്സി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നിമിഷം മതി നമുക്കത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ മിക്സി ഒരു 3-4 മാസമായി ഉപയോഗിച്ചിട്ടില്ല, മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മിക്സി ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അരച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കത്തില്ല. അപ്പം തന്നെ നന്നായിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി, അഴുക്ക് പിടിക്കില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ച് പിന്നെയും ഉപയോഗിച്ച് മാറ്റി വയ്ക്കുമ്പോഴേക്കും അഴുക്കൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് കൊണ്ട് നമുക്ക് സൈഡിൽ കുറേ അഴുക്കുകൾ കാണും, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി സോഡപ്പൊടി ഇച്ചിരി കൂടി വെള്ളം ഒന്ന് കലർത്തിയിട്ട് ആ ബ്രഷിലൊന്ന് ടച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ള അഴുക്കുകളൊക്കെ നീങ്ങും. എപ്പോഴും നമ്മൾ മിക്സി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇച്ചിരെങ്കിലും വെള്ളം ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ, ഹോൾസൊക്കെ കണ്ടില്ല, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ വെള്ളമൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ലൈറ്റായിട്ട് മാത്രം ഉപയോഗിച്ച് അകത്ത് വെള്ളം വീഴാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഈ ബ്രഷ് ഇവിടുത്തെ സൈഡിലെ അഴുക്കുകളൊക്കെ നീക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ ബ്രഷൊക്കെ ഉപയോഗിക്കാത്തത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ, സ്വിച്ചിൻ്റെ ഈ സൈഡിലൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ സോഡ ഉപയോഗിച്ച് നമുക്കൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ക്ലീനായി വരും. എത്ര അഴുക്ക് പിടിച്ചിരുന്നാലും, എത്ര പഴകിപ്പോയാലും, എത്ര അഴുക്ക് പിടിച്ചിരുന്നാലും നമുക്ക് ഒരു നിമിഷം മതി അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ ബ്രഷിൻ്റെ സൈഡ് കൊണ്ട് നമുക്ക് എത്ര നീറ്റായിട്ട്, എത്ര സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഈ ബ്രഷ് നമ്മൾ കളയല്ലേ, ബ്രഷ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം നല്ല ഗുണങ്ങളാണ്. നമുക്ക് ഈ ബ്രഷ് കൊണ്ട് കുറേ കാര്യങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് ഞാൻ ഈസി ആയിട്ട് സൈഡ് മുഴുവനും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. ഒരു കോട്ടൺ തുണിയാണ്, തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ മിക്സി എടുത്തിട്ട് അതിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് സോപ്പും കൊണ്ട് അങ്ങ് കഴുകുക. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കഴുകുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഇത് കറണ്ട് അടിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇതിനകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ കറണ്ട് അടിക്കും, നമ്മളത് ശ്രദ്ധിക്കത്തുമില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ടൊന്ന് വെള്ളം ഒന്ന് തൊട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഴുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ദിവസം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് തന്നെ നമ്മുടെ ഒരു തുണി കൊണ്ട്, ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. തുടച്ചെടുക്കുമ്പോഴേക്കും ആ അഴുക്കങ്ങ് മാറും. പിന്നെ നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് അഴുക്ക് പിടിച്ചിരിക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഉണങ്ങിയ സ്ക്രബ്ബർ കൊണ്ടൊന്ന് സ്ക്രബ് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. എത്ര വർഷമായാലും നല്ല നീറ്റായിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ കപ്പ്, യൂസ് ചെയ്യുന്ന കപ്പുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി ഈ ഭാഗം മുഴുവൻ നമ്മൾ വൃത്തിയാക്കി. അതുപോലെ തന്നെ പൈപ്പ്, ഈ കറണ്ടിൻ്റെ വയറില്ലയോ, ആ വയറും നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ സോഡയും വെള്ളവും ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുകൊണ്ട് ലൈറ്റായിട്ട് ആ തുണിയിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. വയർ അതൊക്കെ നന്നായിട്ട് വൃത്തിയായിക്കോളും. ഇനി നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മിക്സിയുടെ അകത്ത് നമ്മൾ ഈ മിക്സി കപ്പ് വയ്ക്കുന്ന ഭാഗം ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കും. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഭാഗവും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ മിക്സി ഭംഗിയായി. ഇനി ഈ ഭാഗം കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മുടെ കൈയൊക്കെ മീൻസ് കൈ വിരലിട്ട് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഈ സൈഡ് മുഴുവൻ ബ്രഷ് ഉപയോഗിച്ച് ലൈറ്റായിട്ട് ആ സോഡാപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോവും. അത് കഴിഞ്ഞ് നമുക്ക് കോട്ടൺ തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് ഞാൻ തുടച്ചെടുത്തപ്പോഴേക്കും ആ കളർ മാറുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് വരും. ഇനി ഈ സൈഡിലൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ മിക്സിയുടെ ഈ കപ്പിൻ്റെ സൈഡിൽ, മിക്സിയുടെ ഈ സൈഡിൽ തന്നെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിനകത്ത് നമ്മുടെ കൈ എത്തിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പൂണിൻ്റെ
പുറകെ ഭാഗത്ത് സ്പൂണിൻ്റെ അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ചില ഭാഗത്ത് നമ്മുടെ വിരലൊന്നും പോയില്ലെങ്കിൽ ബ്രഷ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ബ്രഷ് ഇട്ടാണ് ഞാൻ സൈഡ് മുഴുവൻ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എത്ര പെട്ടെന്നാണ് നല്ല വൃത്തിയായി തന്നെ കിട്ടും. അപ്പോൾ പഴയ മിക്സി ആയെന്ന് വെച്ചാൽ മൂലയിൽ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്കിങ്ങനെ വൃത്തി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച സോഡയും ഇച്ചിരി വെള്ളവുമാണ്, സോഡാപ്പൊടിയും വെള്ളവും കൂടിയാണ്. ഒത്തിരി വെള്ളം ഒഴിച്ചില്ല, ലൈറ്റായിട്ടാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കല്ലേ, അകത്ത് വെള്ളം പോകാൻ പാടില്ല. പിന്നെ നമ്മളത് ഓൺ ചെയ്യുവാണെങ്കിൽ കറണ്ട് അടിക്കും, അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണം. പിന്നെ അത് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു കോട്ടൺ തുണി കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തുടച്ചെടുക്കണം. അത് ഇച്ചിരി ഉണങ്ങി കഴിഞ്ഞിട്ട് മിക്സി ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യേണ്ട. ചിലപ്പോൾ അറിയാതെ വെള്ളം അകത്ത് വല്ലതും പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ടൊക്കെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ അകത്തെ ഭാഗവും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞ സോഡാപ്പൊടിയും വെള്ളം കൂടിയാണ് ചേർത്തത്. ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സൈഡിലെ ഭാഗം ഈ സ്ക്രബ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്, അഴുക്ക് കൂടുതലാണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണിൻ്റെ സൈഡ് ഭാഗമോ എല്ലാം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. കാരണം ഈ ഭാഗത്ത് ബ്രഷ് പോകാൻ പാടാണ്. അപ്പോൾ സ്ക്രബ് കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ സ്പൂൺ നൈഫ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും വൃത്തിയായി, നമ്മുടെ മിക്സി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഒരു തുണി കൊണ്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടല്ലോ എൻ്റെ മിക്സി എങ്ങനെയായിരുന്നതെന്ന്. ഇപ്പം നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മിക്സി ഇപ്പോൾ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കുറേ കാലം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ മിക്സി പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിച്ച് പോവും, നമ്മൾ ക്ലീൻ ചെയ്യാതൊക്കെ അതുപോലെ വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്ക്രബ്ബർ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നീക്കി കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ ടെക്നിക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ഞാൻ സോപ്പ് പൊടിയോ വിമ്മോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അധികമായിട്ട് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ പുറകെ ഭാഗം മുഴുവൻ ഞാൻ സ്ക്രബ് ചെയ്തെടുക്കുകയാണ്, ജസ്റ്റ് ലൈറ്റായിട്ട്. അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രബ്ബറിൽ പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ ഇപ്പോൾ കാണാൻ നമ്മുടെ മിക്സി കണ്ടോ നല്ല വൃത്തിയായിട്ടില്ല. അപ്പോൾ ഈ വയർ കണ്ടോ, വയറിൻ്റെ ആ ഹോളിൻ്റെ അകത്ത് ഒരിക്കലും വെള്ളം പോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേ തന്നെ കോട്ടൺ തുണി കൊണ്ട് തുടച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ഒരു ഭംഗി കണ്ടില്ലേ. ഇപ്പോൾ മിക്സി ഇച്ചിരി മാറി, ആദ്യം ഇച്ചിരി അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി നിറമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ മിക്സി കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സിയുടെ വ്യൂ. ഇപ്പോൾ കണ്ടില്ലേ, സൈഡിൽ അഴുക്കൊക്കെ പോയി. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.